പ്രിയപ്പെട്ടവരെ, പരിശുദ്ധമായ റമദാനിൻ്റെ രണ്ടാമത്തെ മൗഫിറത്തിൻ്റെ 10ൻ്റെ ഏറ്റവും പ്രഗത്ഭമായ മുഹൂർത്തത്തിലാണ് നമ്മളുള്ളത്. ഈ ഒരു സന്ദർഭത്തിൽ നമ്മുടെ എല്ലാ തെറ്റുകളും പുറത്തു നൽകാനും മല പോലത്തെ നമ്മുടെ വലിയ ആവശ്യങ്ങളില്ലേ, എല്ലാവരും പറഞ്ഞു നടക്കില്ല, ആവശ്യങ്ങൾ നമുക്ക് നടത്തിയെടുക്കാനും നമ്മുടെ രോഗങ്ങളൊക്കെ മാറിക്കെട്ടി നമുക്ക് ആഫിയത്ത് കിട്ടാനും എല്ലാ സൗഭാഗ്യങ്ങളും നമുക്ക് തുറന്നു കിട്ടാൻ വേണ്ടി ഒരു 2 റക്അത്ത് സുന്നത്ത് നിസ്കാരം പ്രത്യേക നിയ്യത്ത് പറയുന്നുണ്ട്, സൂറത്തുകൾ പറയുന്നുണ്ട്. അങ്ങനെ നിസ്കരിച്ചു കൊടുത്താൽ അൽഹംദുലില്ലാ പ്രിയപ്പെട്ടവരെ നമുക്ക് വലിയ ലാഭവും ബെനിഫിറ്റും കിട്ടാൻ പോവുകയാണ്. അപ്പോൾ ആ നിസ്കാരം എങ്ങനെ, എപ്പോൾ, എത്ര റക്അത്താണ്, എന്തൊക്കെയാണ് സൂറത്ത് ഓതേണ്ടത്, നിസ്കാരം കഴിഞ്ഞാൽ വല്ല ദിക്റുകൾ ചൊല്ലാനുണ്ടോ, ഈ വിഷയങ്ങളുമായി ബന്ധപ്പെട്ടാണ് ഇന്നത്തെ അൻവാർ ഫജ്റിൽ നമ്മൾ സംസാരിക്കുന്നത്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹി വൽഹംദുലില്ലാഹി സ്വലാത്തു വസ്സലാമു അലാ അഷ്റഫി റസൂലില്ലാഹി വഅലാ ആലിഹി വസ്ഹബിഹി അജ്മഈൻ അൽ ഫായിസീന ബിറളില്ലാഹി മാ ബഅദ്. പ്രിയമുള്ള ഉമ്മമാരെ, ഉപ്പമാരെ, സഹോദര സഹോദരിമാരെ, അൻവാർ ഫജ്റിൻ്റെ വളരെ വേണ്ടപ്പെട്ട മുഹബ്ബീങ്ങളെ, കമൻറ്റിലൂടെ സന്തോഷം പറയുന്ന, ദുആ ചെയ്യുന്ന എല്ലാ മുഅ്മിനീങ്ങളും മുഅ്മിനാത്തുകളും അല്ലാഹു നമുക്ക് വേണ്ടപ്പെട്ടവർക്കും ഇരുലോക വിജയം നൽകട്ടെ. നമ്മുടെ മരിച്ചുപോയവർക്ക് അല്ലാഹു ജന്നത്ത് കൊടുക്കട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. അൽഹംദുലില്ലാ പ്രിയപ്പെട്ടവരെ, അല്ലാഹുവിൻ്റെ അപാരമായ നിഅമത്ത് കൊണ്ട് നമുക്ക് തന്നെ പരിശുദ്ധ റമദാനിൻ്റെ ഏറ്റവും പ്രഗത്ഭമായ രണ്ടാമത്തെ 10ൻ്റെ തുടക്കത്തിലേക്ക് കടന്നിരിക്കുകയാണ്. ഈ പരിശുദ്ധമായ മൊമെൻറ്റിൽ നമ്മൾ പ്രധാനപ്പെട്ട ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ, ഒരുക്കി വെക്കേണ്ട കാര്യങ്ങൾ ഇന്നലത്തെ ക്ലാസ്സിൽ നമ്മളൊക്കെ കേട്ടവരാണ്, പഠിച്ചവരാണ്. അല്ലാഹു ഉപയോഗപ്പെടുത്താൻ തൗഫീക്ക് തരട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. ഇനി പ്രിയപ്പെട്ടവരെ, ഈ പരിശുദ്ധ റമദാനിൻ്റെ രണ്ടാമത്തെ 10ൽ അല്ലാഹു വച്ചിരിക്കുന്നത് സൂചിപ്പിച്ചതുപോലെ ഔസത്തുഹു മൗഫറ, പാപമോചനത്തിന് വേണ്ടി സ്പെഷ്യൽ 10 ദിവസങ്ങളാണ്. പാപങ്ങൾ പൊറുക്കപ്പെടാൻ ഒരുപാട് മാർഗങ്ങളുണ്ട്. അതിൻ്റെ വഴികൾ നമ്മൾ പറഞ്ഞിട്ടുണ്ട്, നമ്മൾ പഠിച്ചിട്ടുണ്ട്, നമ്മൾ ചെയ്യുന്നവരാണ്. അക്കൂട്ടത്തിൽ പാപങ്ങൾ പൊറുക്കപ്പെടാൻ വേണ്ടി തന്നെ ഒരു 2 റക്അത്ത് നിസ്കാരം, അങ്ങനെ നമുക്ക് ശരീഅത്തിൽ, ഹദീസിൽ, പുണ്യമായ കിതാബുകളിൽ ഒക്കെ നമുക്ക് കാണാൻ പറ്റും. അതായത് തൗബയുടെ 2 റക്അത്ത് സുന്നത്ത് നിസ്കാരം. പലപ്പോഴും നമ്മൾ നിസ്കരിക്കാത്ത ഒരുപാട് സുന്നത്ത് നിസ്കാരം നടത്തിയിട്ടുണ്ട്. തൗബയുടെ സുന്നത്ത് നിസ്കാരം വളരെ വിരളം ആളുകൾ, അറിയാവുന്ന കുറച്ച് മുഅ്മിനീകൾ, ഉമ്മമാരും ഉപ്പമാരും നിസ്കരിച്ചിട്ടുണ്ട് എന്നല്ലാതെ അത് കോമൺ ആയിട്ട് അധികം ആളുകൾക്ക് അറിയില്ല, ചെയ്തിട്ടില്ല. അപ്പോൾ ആ നിസ്കാരം എന്താ, അതിൻ്റെ ബെനിഫിറ്റ് എന്താണ്, അതിൻ്റെ കൈഫിയത്ത് രൂപം എങ്ങനെയാണ്, എന്തൊക്കെയാണ് അതിൽ പ്രത്യേകിച്ച് ചൊല്ലേണ്ടത്, ഓതേണ്ടത്, ഈ വിഷയങ്ങളുമായി ബന്ധപ്പെട്ട ചെറിയൊരു ഡിസ്കസാണ് ഇന്ന് നടത്താൻ പോകുന്നത്. പ്രിയപ്പെട്ടവരെ, നമുക്ക് നോക്കാം. ഈ പരിശുദ്ധമായ നിസ്കാരം എന്ന് പറയുന്നത് ഏത് സമയത്തും നമുക്ക് നിസ്കരിക്കാം. ഈ പരിശുദ്ധമായ തൗബയുടെ സുന്നത്ത് നിസ്കാരം, പേര് മനസ്സിലായല്ലോ, തൗബയുടെ സുന്നത്ത് നിസ്കാരം, പശ്ചാത്താപത്തിൻ്റെ, പാപങ്ങൾ അല്ലാഹുവിനോട് ഏറ്റുപറയുന്ന സുന്നത്ത് നിസ്കാരം. അത് നിസ്കാരം കറാഹത്തില്ലാത്ത ഏത് സമയത്തും, ഇപ്പോൾ സുബഹി നിസ്കാരം കഴിഞ്ഞിട്ട്, അസ്ർ നിസ്കാരം കഴിഞ്ഞിട്ടൊക്കെ നിസ്കാരങ്ങൾ കറാഹത്താണല്ലോ, സുന്നത്ത് നിസ്കാരങ്ങൾ. പൊതുവെ ആ സമയങ്ങളല്ലാത്ത സമയങ്ങളിൽ എപ്പോഴും നമുക്ക് ഉപയോഗിക്കാവുന്ന നിസ്കാരമാണ്, ചെയ്യാവുന്ന നിസ്കാരമാണ് ഈ പരിശുദ്ധമായ നിസ്കാരം. ഇത് കഴിയുമെങ്കിൽ തഹജ്ജുദിൻ്റെ നേരത്തായാലോ, റമദാനിൻ്റെ ഓരോ രാവുകളിലും, അല്ലെങ്കിൽ സാധാരണ ദിവസങ്ങളും മാസങ്ങളുമാണെങ്കിൽ എല്ലാ രാവുകളിലും തഹജ്ജുദ് നിസ്കാരം ഉറപ്പായിട്ടുണ്ടല്ലോ. ആ ഒരു മൂമെൻറ്റിന് പ്രത്യേകത ഉണ്ടല്ലോ. തഹജ്ജുദ് നിസ്കാരത്തിന് പ്രത്യേകത വരുന്നത് അത് റമദാനിൽ മാത്രമായതുകൊണ്ടോ മറ്റു മാസങ്ങളായതുകൊണ്ടല്ല, ആ ഒരു മൂമെൻറ്റിൻ്റെ പ്രത്യേകതയാണ്. കാരണം അത്താഴത്തിൻ്റെ ഒരു സമയം, അത്താഴം കഴിക്കുകയോ കഴിക്കാതിരിക്കുകയോ, അത്താഴം ഉള്ള ദിവസമോ ഇല്ലാത്ത ദിവസമോ ഒന്നും വിഷയമല്ല. ആ അത്താഴത്തിൻ്റെ ആ ഒരു മൂമെൻറ്റ്, ആ ഒരു ടൈമിങ്, അതിന് വലിയ പ്രാധാന്യമാണ്. അത് തഹജ്ജുദിൻ്റെ നേരമാണ്. ആ നേരത്ത് ഈ ഒരു 2 റക്അത്ത് തൗബയുടെ സുന്നത്ത് നിസ്കാരം നിയ്യത്ത് വെച്ചിട്ട് പ്രിയപ്പെട്ടവരെ, നമ്മൾ അതിൻ്റെ രൂപം പറയുന്ന പോലെ നിസ്കരിച്ചാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ തെറ്റുകളൊക്കെ മാപ്പാക്കി നൽകും എന്ന് നമുക്ക് കിതാബിൽ കാണാം. ഇവിടെ മഹാനായ അബൂദാവൂദ് തങ്ങൾ, ഇമാം തുർമുദി തങ്ങൾ, നിസായി തങ്ങൾ, ഇബ്നു കസീർ തങ്ങൾ അവിടുത്തെ തഫ്സീറിൽ ഒക്കെ വിശദീകരിച്ചിട്ടുള്ള പ്രഗത്ഭമായ കൊണ്ടുവന്നിട്ടുള്ള പ്രസന്റ് ചെയ്തിട്ടുള്ള ഹദീസിൽ നമുക്ക് കാണാം. മാമിൻ റജുലിൻ യുദ്നിബു ദംബൻ ഫയതവല്ലഉ, ഒരു അടിമയുടെ കയ്യിൽ നിന്നും തെറ്റ് സംഭവിച്ചു. ഉറപ്പാണല്ലോ, ഇഷ്ടംപോലെ സംഭവിച്ചിട്ടുണ്ടല്ലോ, ഇഷ്ടംപോലെ തെറ്റുകൾ സംഭവിച്ച സാധുക്കളാണ് നമ്മൾ. സംഭവിച്ചു പോയ തെറ്റുകളുടെ പേരിൽ ഒരു അടിമ, ഒരു ദാസൻ, ദാസി, അത് ആണോ പെണ്ണോ ആരും ആയിക്കോട്ടെ, ഫയതവല്ലഉ, അവരെന്ത് ചെയ്തു, ഉളു എടുത്തു. ആ ഉളു ചുമ്മാ ഉളു എടുത്തു എന്നല്ല, ഒരു കാമിലായ ഉളു. ചുമ്മാ നമ്മളിങ്ങനെ ഓടിച്ച് ഉളു എടുത്തുകൊണ്ട് പോരും, ആ രീതിയല്ല. ഉളു പൂർണ്ണമായി അവയവങ്ങളെല്ലാം കഴുകുന്നതിലും കയറ്റി കഴുകുന്ന അവസ്ഥ, തല തടവിയാൽ മുഴുവൻ തടവുന്ന അവസ്ഥ, അങ്ങനെ കാമിലായ ഉളുവിന് ശേഷമുള്ള ദുആ എല്ലാം പൂർണ്ണമായിട്ട് ഒരു ഉളു എടുത്തു. എന്നിട്ടോ കാമിലായ സുന്നത്ത് നിസ്കാരം, 2 റക്അത്ത് സുന്നത്ത് നിസ്കരിക്കുന്നു. അങ്ങനെ ചെയ്താൽ ഇല്ല ഗഫറ ലഹു, അവരുടെ തെറ്റുകൾ എത്ര കോടാനു കോടിക്കണക്കിന്
100 കോടി ഉണ്ടെങ്കിൽ പോലും അല്ലാഹു സുബ്ഹാനഹു വ തആല നിസ്കാരം കഴിഞ്ഞ് സലാം വിട്ടതോടുകൂടെ മാപ്പ് ചെയ്തു കൊടുക്കുമെന്നാണ് പരിശുദ്ധ ഹദീസ് പ്രിയപ്പെട്ടവരെ പറയുന്നത്. സയ്യിദുനാ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹുവൊക്കെ ഈ ഹദീസ് ലോകത്തോട് പഠിപ്പിച്ചു കൊടുക്കുന്നുണ്ട്, ഈ വിജ്ഞാനം പറഞ്ഞു കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഈ പരിശുദ്ധമായ തൗബയുടെ സുന്നത്ത് നിസ്കാരം നമ്മുടെ അൻവാർ എഫദിൻ്റെ മുൻകഴിഞ്ഞു പോയ എപ്പിസോഡുകളിൽ ചിലതിൽ നമ്മൾ സംസാരിച്ചിട്ടുണ്ട് അതിൻ്റെ ഭാഗങ്ങൾ. പക്ഷെ ഇത് ഏറ്റവും സാന്ദർഭോചിതം അപ്ഡേറ്റഡ് ആണ്. കാരണം പാപമോചനത്തിൻ്റെ 10 നിരരാത്രങ്ങളിൽ ഈ തൗബയുടെ സുന്നത്ത് നിസ്കാരം നമുക്ക് നിസ്കരിക്കാൻ കഴിഞ്ഞാൽ ഇത് ജീവിതത്തിൽ ഒരു വട്ടം മാത്രം എന്നല്ല, നമുക്ക് ദിവസവും നിസ്കരിക്കാവുന്നതാണ്. രാത്രി നിസ്കരിക്കാം, പകൽ നിസ്കരിക്കാം, എപ്പോൾ വേണമെങ്കിലും. അതിൻ്റെ കൈഫിയത്ത് രൂപം ഒന്ന് ശരിയായാൽ മതി. നമുക്ക് നോക്കാം ഈ നിസ്കാരം എങ്ങനെയാണ്. ആദ്യമായിട്ട് പറയട്ടെ, ഈ നിസ്കാരം ഏത് സമയത്താണ് വേണ്ടത്? നിസ്കാരം ഖറാഅത്തില്ലാത്ത ഏത് സമയത്തും പറ്റും. പ്രത്യേകിച്ച് തഹജ്ജുദിൻ്റെ നേരത്താകുമ്പോൾ എഫക്റ്റ് കുറച്ച് കൂടും എന്ന് നമ്മൾ മനസ്സിലാക്കാം. അപ്പോൾ നിസ്കാരത്തിൻ്റെ റക്അത്ത് 2 റക്അത്ത് നിസ്കാരമാണ്. 2 റക്അത്ത് നിസ്കാരമാണ്. നിയ്യത്ത് എന്താ? അല്ലാഹുവേ തൗബയുടെ സുന്നത്ത് നിസ്കാരം 2 റക്അത്ത് അല്ലാഹു തആലക്ക് വേണ്ടി ഖിബലക്ക് മുന്നിട്ട് ഞാൻ നിസ്കരിക്കുന്നു, അല്ലാഹു അക്ബർ. തൗബയുടെ സുന്നത്ത് നിസ്കാരം ആ നിയ്യത്ത് വെച്ചിട്ട് നമ്മൾ തക്ബീർ ചൊല്ലി കൈകെട്ടിയതിന് ശേഷം സാധാരണ ഫർളും സുന്നത്തായ നിസ്കാരത്തിൽ ഓതാറുള്ളത് പോലെ പരിശുദ്ധമായ ദുആഉൽ ഇഫ്തിതാഹ് വജ്ജഹത്തു അത് പരിപൂർണമായി ഓതുക. ഇനി ചുരുക്കാൻ ഉദ്ദേശിച്ചാൽ പൂർണ്ണമായിട്ട് തന്നെ ഓതേണ്ടത് വജ്ജഹത്തു തന്നെയാണ് ഏറ്റവും അഫ്ളൽ, വേണ്ടത് അതാണ്. ഇനി അതൊന്ന് ഷോർട്ടാക്കാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ സുബ്ഹാനക്കല്ലാഹുമ്മ വബിഹംദിക്. സാധാരണ സുന്നത്ത് നിസ്കാരങ്ങളിലും തറാവീഹിലൊക്കെ നമ്മൾ ഷോർട്ടാക്കിയിട്ട് വജ്ജഹത്ത് ഓതും. ഏതാണത്? സുബ്ഹാനക്കല്ലാഹുമ്മ വബിഹംദിക്. അതുപോലും ഓതാതെ ചുമ്മാ അഊദുവോടി ഫാത്തിഹയിലേക്ക് കടന്നാൽ കറാഹത്ത് വരും. മാർക്ക് പറയാതിരിക്കാൻ പറയാം. വജ്ജഹത്ത് ഓതാ, വജ്ജഹത്തിനു ശേഷം അഊദു ഉൾപ്പെടെ ഫാത്തിഹ. എല്ലാ നിസ്കാരങ്ങളിലും അഊദു ഉൾപ്പെടെ ഫാത്തിഹ ഓതിന് ശേഷം ഏത് സൂറത്തും ഓതാം. നമുക്ക് കഴിയുമെങ്കിൽ സൂറത്തുൽ കാഫിറൂൻ ആദ്യത്തെ റക്അത്തിൽ, അതേപോലെ തന്നെ സൂറത്തുൽ ഫലഖ് ഒന്നാമത്തെ റക്അത്തിൽ തന്നെ ഫസ്റ്റ് റക്അത്തിൽ സൂറത്ത് ഓതുമ്പോൾ സൂറത്തുൽ കാഫിറൂനും സൂറത്തുൽ ഫലഖും ഓതുക. ഓക്കെ, എന്നിട്ട് സാധാ നിസ്കാരത്തെ പോലെ കണ്ടിന്യൂ ചെയ്യാം. അടുത്ത റക്അത്തിലേക്ക് വന്നു, അഊദു ഉൾപ്പെടെ ഫാത്തിഹ ഓതിന് ശേഷം ഏത് സൂറത്തും ഓതാം. കഴിയുമെങ്കിൽ പ്രിയപ്പെട്ടവരെ സൂറത്തുൽ ഇഖ്ലാസ് ഖുൽ ഹുവല്ലാഹു അഹദ്, പിന്നെ സൂറത്തുൻ നാസ് ഖുൽ അഊദു ബിറബ്ബിൻ നാസ്. അപ്പോൾ ആദ്യത്തെ 2 റക്അത്തിൽ സൂറത്തുൽ കാഫിറൂനും സൂറത്തുൽ ഫലഖും, രണ്ടാമത്തെ റക്അത്തിൽ പരിശുദ്ധമായ സൂറത്തുൽ ഇഖ്ലാസും സൂറത്തുൻ നാസ്, ഇത് രണ്ടാണ് ഓതേണ്ടത്. അങ്ങനെ ഓതി ബാക്കി നിസ്കാരം സാധാ നിസ്കാരത്തെ പോലെ കണ്ടിന്യൂ ചെയ്യാം. നിസ്കാരം കഴിഞ്ഞ് സലാം വിട്ടിയതിന് ശേഷം പ്രിയപ്പെട്ടവരെ നമ്മൾ അസ്തഗ്ഫിറുല്ലാഹൽ അലീം 3 വട്ടമല്ലേ സാധാരണ നിസ്കാരം കഴിഞ്ഞാൽ പറയാറ്. ഇതത് പോരാ, 70 വട്ടം അസ്തഗ്ഫിറുല്ലാഹൽ അലീം, അസ്തഗ്ഫിറുല്ലാഹൽ അലീം, അസ്തഗ്ഫിറുല്ലാഹൽ അലീം. മനസ്സ് കൽബ് കരഞ്ഞു പറയാം, വേദനിച്ച് പറയാം, പൊറുക്കണേന്ന് തേടി കെഞ്ചി പറയാം, ഇനി ചെയ്യൂല്ല അല്ലാഹ് എന്നുള്ള ഉറപ്പോട് പറയാം. അസ്തഗ്ഫിറുല്ലാഹൽ അലീം, എന്നോട് ഞാൻ ക്ഷമാപണം ചോദിക്കുകയാണ് അല്ലാഹ്. അങ്ങനെ നമ്മൾ ഇസ്തിഗ്ഫാർ ചെല്ല. എത്ര? 70 വട്ടം ഇസ്തിഗ്ഫാർ ചെല്ല. കഴിയുമെങ്കിൽ സുബ്ഹാനല്ലാഹി വൽഹംദുലില്ലാഹി വലാ ഇലാഹ ഇല്ലല്ലാഹു അല്ലാഹു അക്ബർ വലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹിൽ അലിയിൽ അലീം. ഒരു 70 ആ തസ്ബീഹും കൂടെ ചെല്ലാൻ കഴിഞ്ഞാൽ വളരെ നന്നു, മാർക്ക് കൂടുകയാണ് നമ്മുടെ നിസ്കാരത്തിൽ. ആ ദിക്റും കൂടെ ആ പരിശുദ്ധമായ തസ്ബീഹ് കൂടെ ചൊല്ല. എന്നിട്ട് പ്രിയപ്പെട്ടവരെ നമ്മൾ നന്നായിട്ട് ദ്വാരക്കുക. എന്ത് നമുക്ക് ദ്വാ ചെയ്യാം, എല്ലാ കാര്യവും അള്ളാഹുവിനോട് ചോദിക്കാം. പ്രത്യേകിച്ച് പാപം പൊറുക്കാൻ ചോദിക്കാം. ഇല്ല ഗഫറ. അബൂബക്കർ സിദ്ദീഖ് തങ്ങളൊക്കെ പറയാൻ, പരിശുദ്ധ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അങ്ങനെ പറഞ്ഞു. ഇങ്ങനെ നിസ്കരിച്ചാൽ എല്ലാ ഗഫറ. ആരുടെ വാക്കാണ്? ഹദീത്തിൽ പുണ്യ റസൂലിൻ്റെ വാക്കാണ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. പൊറുക്കാതെ പോകാൻ ഒരു നിർവാഹമില്ല, ഉറപ്പാണ് പൊറുക്കും. അതാണ് ആ ശൈലിയുടെ പ്രത്യേകത. ആ നിസ്കാരത്തിൽ തന്നെ പ്രിയപ്പെട്ടവരെ സുജൂദിൽ കിടന്നുകൊണ്ട്, ഈ നിസ്കാരത്തിൻ്റെ സുജൂദുണ്ടല്ലോ, ആദ്യത്തെ റക്അത്തിൽ 2 സുജൂദുണ്ട്, രണ്ടാമത്തിൽ 2 സുജൂദുണ്ട്. ആ സുജൂദിലേക്ക് അല്ലാഹുമ്മ ഗ്ഫിർലി ദുനൂബി യാ റബ്ബൽ ആലമീൻ പ്രത്യേകം നമ്മൾ ചെയ്യേണ്ട ഒരു ദുആയാണല്ലോ ഈ ഒരു സമയത്ത്. അപ്പോൾ അല്ലാഹുമ്മ ഗ്ഫിർലി ദുനൂബി യാ റബ്ബൽ ആലമീൻ, അല്ലാഹുവേ എൻ്റെ പാപം പുറത്തരണേ അല്ലാഹ്. സുജൂദിൽ കിടന്ന് എത്രയോ ഇഷ്ടം പോലെ നമുക്ക് പറയാവുന്നതാണ്. അതേപോലെ ആ സുജൂദിൽ തന്നെ തൗബയുടെ സുന്നത്ത് നിസ്കാരമല്ലേ, പാപം പൊറുക്കണേന്ന് തേടിക്കൊണ്ട് നടത്തുന്ന സുന്നത്ത് നിസ്കാരമല്ലേ. അതുകൊണ്ട് അള്ളാഹുവിന് പ്രത്യേക പരിഗണന, ഇഷ്ടമുള്ള യുഹിബ്ബു തവ്വാബീന, തൗബ ചെയ്യുന്നവരെ അള്ളാഹ്ക്ക് ഇഷ്ടമാണ്. അപ്പോൾ അള്ളാഹുവിന് ഇഷ്ടപ്പെട്ട ഒരു പ്രധാനപ്പെട്ട നിസ്കാരമായി നടത്തുന്നത്. അപ്പോൾ ആ നിസ്കാരത്തിൻ്റെ ഉള്ളിൽ, നിസ്കാരം കഴിഞ്ഞിട്ടല്ല, നിസ്കാരത്തിൻ്റെ ഉള്ളിൽ സുജൂദിൽ അള്ളാഹുമായി ഏറ്റവും അക്രബായി നിൽക്കുന്ന നേരത്ത് നമുക്ക് എന്തും ചോദിക്കാലോ. ആ സുജൂദിൽ കിടന്നുകൊണ്ട് അല്ലാഹുമ്മ ഗ്ഫിർലി ദുനൂബി യാ റബ്ബൽ ആലമീൻ എന്ന് നമ്മൾ പറയുന്നുണ്ട്. അതോടൊപ്പം അല്ലാഹുമ്മ ഖളി ഹാജതി, പല ആവശ്യങ്ങൾ നിറവേറ്റാനില്ലേ, അള്ളാഹു എൻ്റെ ആവശ്യം നീ നിറവേറ്റി തരണേ അല്ലാഹ്. അല്ലാഹുമ്മ ഖളി ഹാജതി,
അറബി തന്നെ ചോദിക്കണമെന്ന് മാത്രം. അല്ലാഹു മഖ്ലി ഹാജത്തി, എൻ്റെ ആവശ്യം നിറവേറ്റി തരണേ അല്ലാ. അതേപോലെ തന്നെ അല്ലാഹു മശ്ഫി മറലി, എൻ്റെ രോഗം നീ ശിഫയാക്കണേ അല്ലാ ചോദിക്കാം. അതേപോലെ തന്നെ അല്ലാഹു മഹസ്വിൽ മുറാദി, എൻ്റെ മുറാദ്, എൻ്റെ ഉദ്ദേശം നീ സഫലീകരിച്ച് തരണേ പടച്ചോനെ എന്ന് ചോദിക്കാവുന്നതാണ്. അല്ലാഹുമ്മ ഗുഫിർലി വലിവാലിദയ്യ വലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത്, എനിക്കും എൻ്റെ മാതാപിതാക്കൾക്കും എല്ലാ മുഅ്മിനീങ്ങൾക്കും മുഅ്മിനാത്തുകൾക്കും പുറത്തു കൊടുക്കണേ റബ്ബേ. എത്ര കോടിക്കണക്കിന് നന്മയാണ് ആ ഒരു വാക്ക് പറയുമ്പോൾ ഖബറിൽ കിടന്ന്. ഇനി മലയാളത്തിൽ നമുക്ക് ചോദിക്കാൻ പറ്റൂലല്ലോ, നിസ്കാരത്തിൽ മലയാളം വോയിസ് പറ്റില്ല, നിസ്കാരം ബാത്തിലാകും. മലയാളത്തിൽ ചോദിക്കേണ്ട കാര്യമാണ്. എൻ്റെ മക്കളുടെ എക്സാമിൽ വിജയിപ്പിച്ച് തരണം, പെട്ടെന്ന് അറബി കിട്ടിക്കൊള്ളണമെന്നില്ല, എൻ്റെ ഡെലിവറി നോർമലാക്കി തരണം പടച്ചവനെ. പ്രഗ്നൻ്റായ സഹോദരിമാർക്ക് ചോദിക്കാമല്ലോ, കച്ചവടത്തിൻ്റെ കാര്യം, സ്ഥാപനത്തിൻ്റെ കാര്യം, സഹോദരന്മാർക്ക് ഒക്കെ ചോദിക്കാവുന്നതാണ്. അപ്പോൾ മലയാളം വോയിസ് പറ്റാത്തതുകൊണ്ട് അറബി ഒരു പക്ഷേ നമുക്ക് കിട്ടിക്കൊള്ളണമെന്നില്ല. അപ്പോൾ കൽബുകൊണ്ട് ചോദിക്കുക. അവിടെ കിടന്നിട്ട് ഹൃദയം കൊണ്ട് അല്ലാഹു വലാക്കിൻ യൻദുർ ഇലാ ഖുലൂബിക്കും, അള്ളാൻ്റെ നോട്ടം ചുണ്ടിലേക്കും മൂക്കിലേക്കും അല്ല, നിങ്ങളുടെ ഹൃദയത്തിലേക്കാണ്. ഹൃദയത്തിൽ നിന്ന് ഇങ്ങനെ തേടിക്കൊണ്ടിരിക്കുക സുജൂദിൽ കിടന്നിട്ട്. ഈ തൗബയുടെ നിസ്കാരത്തിൽ ഇജാബത്ത് ഉറപ്പാണ്. ഇല്ലാ ഗഫറ, പാപം ഓർക്കുന്ന കാര്യം തർക്കമില്ലാത്ത വിഷയമാണ്. അപ്പോൾ ആ വലിയ സൗഭാഗ്യം കിട്ടാൻ ഇന്ന് തന്നെ പ്രിയപ്പെട്ടവരെ ഈ 2 റക്അത്ത് നിസ്കാരം നമ്മളൊന്ന് പരിഗണിച്ചു കൊടുക്കുക. നിസ്കാരശേഷം ഈ ഇസ്തിഗ്ഫാർ പരിഗണിക്കുക, നിസ്കാരത്തിൻ്റെ സുജൂദിൽ ഈ ദുആകളൊക്കെ പരിഗണിക്കുക. എത്ര വലിയ ആവശ്യവും ഈ റമദാനിൻ്റെ 2ാമത്തെ 10 കൊണ്ട് നേടിയെടുക്കാൻ ഈ നിസ്കാരവും ദുആയും തന്നെ മതിയാവും. അള്ളാഹു സഹായിക്കട്ടെ, വിജയിപ്പിക്കട്ടെ. ഇനി കേട്ടോളൂ പ്രിയപ്പെട്ടവരെ, ഇന്നത്തെ പരിശുദ്ധമായ തറാവീഹ് നിസ്കാരം 12ാമത്തെ തറാവീഹ. അള്ളാഹുവിൻ്റെ പ്രത്യേക തൗഫീക്ക് വേണമെന്ന് നിസ്കരിക്കാൻ ഒരാൾക്ക് മുടങ്ങരുത്. ഇന്നത്തെ തറാവീഹിൻ്റെ കൂലി നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നത് ജാഅ യൗമൽ ഖിയാമ, ഖിയാമത്ത് നാളിൽ അവർ കയറി വരുന്നത് വജ്ഹുഹു കൽ ഖമരി ലൈലത്തുൽ ബദരി, 14ാം രാവിൻ്റെ പൂർണ്ണചന്ദ്രനെ പോലെ മുഖം അങ്ങോട്ട് പ്രകാശിച്ച ആളുകൾ മുഴുവൻ അന്തം വിട്ട് നിൽക്കും. പഠിച്ചോനെ, ഇതാരാ കയറി വരുന്നത്? നമ്മുടെ ആളാണല്ല, നമ്മുടെ നാട്ടുകാരനാണല്ല. എങ്ങനെയാണ് ഈ സംഭവം ഇന്നത്തെ തറാവീഹ് നിസ്കരിച്ചു എന്നുള്ളതാണ്. ഒരാൾക്ക് മുടങ്ങാൻ പാടില്ല. അൽഹംദുലില്ലാ. ഇനി കേട്ടോളൂ പ്രിയപ്പെട്ടവരെ, ഇന്ന് നമ്മൾ സ്പെഷ്യലായിട്ട് ചെയ്യേണ്ട ദുആ ഈ ദുആയാണ്. ഇത് ഓർത്ത് നമ്മൾ ചെയ്യണം. اللهم حبب إلي فيه الإحسان وكره إلي فيه العصيان وحرم علي فيه السخط والنيران بغوثك يا غوث المستغيثين الحمد لله. അല്ലാഹുവേ, നിന്റെ മഹത്തായ സഹായത്താൽ നന്മ എനിക്ക് പ്രിയപ്പെട്ടതും തിന്മ വർജിക്കുന്ന അവസ്ഥയിലേക്ക് ആക്കി തരണേ അല്ല. നന്മ ഇഷ്ടപ്പെടണം, നല്ല കാര്യം ചെയ്യാൻ വലിയ ഇഷ്ടം, തിന്മയോട് വല്ലാത്ത വെറുപ്പ, അങ്ങനെ ആക്കി തരണം. നിന്റെ വെറുപ്പും നരകവും എനിക്ക് അന്യമായി നീ വിധിക്കണം. നിന്റെ വെറുപ്പും നരകമൊന്നും എനിക്ക് കിട്ടരുത്, അത് നീ എനിക്ക് വിദൂരമാക്കി കളയണമല്ല. ഈ ദുആ ആത്മാർത്ഥമായിട്ട് ഇന്ന് നമ്മൾ ചെയ്യേണ്ട ദുആ കൂടെയാണ്. അല്ലാഹു സഹായിക്കട്ടെ, വിജയിപ്പിക്കട്ടെ. വാഖിറു കലാമി അൽഹംദുലില്ലാഹ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹി മാ ശാ അല്ലാഹ് ലാ ഖുവത ഇല്ലാ ബില്ലാഹ് മാ ശാ അല്ലാഹ് കുല്ലു നിഅമതിൻ മിനല്ലാഹ് മാ ശാ അല്ലാഹ് അൽ ഖൈറു കുല്ലുഹു ബിയദില്ലാഹ് മാ ശാ അല്ലാഹ് ലാ യസ്രിഫു السوء إلا الله بسم الله ما شاء الله لا قوة إلا بالله ما شاء الله كل نعمة من الله ما شاء الله الخير كله بيد الله ما شاء الله لا يصرف السوء إلا الله بسم الله ما شاء الله لا قوة إلا بالله ما شاء الله كل نعمة من الله ما شاء الله الخير كله بيد الله ما شاء الله لا يصرف السوء إلا الله لا يا داخل الجنة تبشرنا بما فيها وفي